ബ്രോ, ഒരു 2 വർഷം മുമ്പ് ലിയോ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? മിഡ് നൈറ്റ് ഷോസും പട്ടക്കം പൊട്ടിക്കലും ഫുൾ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോകളും ആൾക്കാരൊക്കെ ഡാൻസ് കളിച്ച് ബഹളം വെച്ച് ഇതെല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. ഒരു ഉത്സവം പോലെ തന്നെ. ഒരു സിനിമക്കപ്പുറം എല്ലാവർക്കും ഇതൊരു ആഘോഷമായി മാറിയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളികളുടെ ആഘോഷം കണ്ടിട്ട് വിജയ് ഒരു മലയാളി സ്റ്റാറാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. ആൻഡ് ലെറ്റ്സ് ബി റിയൽ, ഈവൻ മലയാള സിനിമയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെജൻസ് ആയിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കും പോലും ഇത്ര ഹൈപ്പ് എല്ലാ സമയത്തും കിട്ടില്ല. ഈവൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും ഡൗട്ടാണ്. ഇവിടെ ശരിക്കും എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു തമിഴ് നടൻ ഇത്രയും വലിയൊരു ഫാൻ ബേസ് കേരളത്തിൽ ഉണ്ടാക്കിയത്? തുടക്കകാലത്തൊക്കെ അഭിനയത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ലൂക്കും ട്രോളുകളും മേടിച്ചു കൂട്ടിയിരുന്ന നടനായിരുന്നു വിജയ്. അതിൽ നിന്ന് എങ്ങനെയാണ് വിജയ് എല്ലാവരുടെയും തളപതിയായി മാറിയത്? ഏറ്റവും മോശം നടൻ എന്നതിൽ നിന്നും തളപതി എന്നൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേണി, അത് അത്രയും മാസീവ് ജേണി തന്നെയായിരുന്നു. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ കഥ മുഴുവനായിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ കഥയുടെ തുടക്കം അറിയാൻ നമ്മൾ ആദ്യം 1992 പോകുന്നത്. അന്നാണ് വിജയുടെ അച്ഛനായ എസ് ചന്ദ്രശേഖരൻ തന്നെ ഡയറക്റ്റ് ചെയ്ത നാളെയാ തീർപ്പ് എന്ന സിനിമയിലൂടെ വിജയ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിലും നല്ലൊരു സ്റ്റാർട്ട് എങ്ങനെയാണ് ഒരു നടന്ന് കിട്ടുക എന്ന്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ആ സിനിമ വട്ടർലി ഫ്ലോപ്ഡ് ആയിരുന്നു. സ്വന്തം അച്ഛൻ തന്നെ മകനെ ആദ്യമായി അഭിനയിപ്പിച്ച് ഡയറക്റ്റ് ചെയ്ത സിനിമ തന്നെ അത്രയും വലിയൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏർലി കരിയർ ഭയങ്കരമായി റഫായിരുന്നു. വിജയ് എന്ന് പറയുന്ന നടൻ്റെ ലുക്സിനെയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയും ആൻഡ് ഈവൻ ആക്ടിങ്ങിനെ പോലും എല്ലാവരും നല്ല രീതിയിൽ കളിയാക്കിയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു സിനിമയിൽ നായകനായി വന്നിട്ട് കൂടി ഒരു ഹീറോ മെറ്റീരിയലായിട്ട് ആർക്കും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും വിജയെ സാധിച്ചിരുന്നില്ല. ഇത്രയും മോശപ്പെട്ടൊരു സ്റ്റാർട്ടായിട്ട് കൂടി അദ്ദേഹം ക്വിറ്റ് ചെയ്തില്ല. പക്ഷെ പിന്നീടും സിനിമകൾ ചെയ്ത് പതുക്കെ വളരെ പതുക്കെയായിരുന്നു ആ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിറങ്ങിയത്. അങ്ങനെ 1997 എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചത്. ആ വർഷമാണ് കാതൽക്കും അറിയാതെ റിലീസ് ചെയ്തത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ലവ് സ്റ്റോറി ആയിരുന്നു സിനിമയുടെ പ്ലോട്ട്. ആ സിനിമ കുറച്ചധികം വ്യത്യസ്തമായിരുന്നു. അന്ന് തമിഴ് സിനിമയിൽ കണ്ടുവന്നിരുന്ന ഫൈറ്റ്സോ പഞ്ച് ഡയലോഗ്സോ ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സിനിമ ശരിക്കും ഫാമിലി വാല്യൂസിനെയും ഇമോഷനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരുന്നു. നമ്മുടെ മലയാളികളുടെ വീക്ക്നെസ് എന്താ? ഇമോഷൻസ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മളത് 2 കൈ നീട്ടി സ്വീകരിച്ചു. അന്ന് 1997 കേരളത്തിൽ മാത്രം 100-ൽ കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയ സിനിമയായിരുന്നു ഈ കാതലുക്ക് മര്യാദ. ആ സിനിമയിലെ ക്യാരക്ടർ കാരണം തന്നെ അന്നത്തെ മലയാളികൾക്ക് വിജയ് ഒരു തമിഴ് ആക്ടർ എന്നതിലുപരി നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നൊരു രീതിയിലുള്ളൊരു മൈൻഡിൽ നമുക്ക് ഫിക്സായി. അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും ചെറിയ രീതിയിലൊക്കെ സ്വീകാര്യതകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഗെയിം ചേഞ്ചറായ ഗില്ലി പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് 1997 നിന്നും 2004 വരാം. ഗില്ലി ഇറങ്ങിയ സമയം. ആൻഡ് ബ്രോ, ദിസ് വാസ് എ റിയൽ ടേണിംഗ് പോയിന്റ്. കാരണം ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, ഫാമിലി വാല്യൂസൊക്കെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന വിജയിൽ നിന്നും മലയാളികൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഫുൾ ഓൺ മാസ് മോഡ് വിജയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഗില്ലിയിൽ മലയാളികൾ കണ്ടത്. ആക്ഷൻ സീൻസിലുള്ള ഹൈ എനർജിയും ആ ആറ്റിറ്റ്യൂഡും സ്വാഗും ആൻഡ് അന്നത്തെ ഐക്കോണിക് പാട്ടായിരുന്നു അപ്പടി പോടും. ആൻഡ് കേരളത്തിലെ തിയേറ്റേഴ്സൊക്കെ ഗില്ലിയിൽ പാക്ഡ് ആയിരുന്നു. കാരണം ആൾക്കാരൊക്കെ തിയേറ്ററിൽ വിജയെ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോകാൻ തുടങ്ങി. കഥയോ ഡയറക്ടറെയോ ആരെയും ശ്രദ്ധിക്കാതെ ജസ്റ്റ് വിജയെ മാത്രം നോക്കിയിട്ട് ആൾക്കാർ സിനിമ കയറാൻ തുടങ്ങി. അങ്ങനെ ആ സിനിമ കണ്ടതോടുകൂടി ആൾക്കാർക്ക് ലവർ ബോയ് ഇമേജിൽ നിന്നും വിജയ് ഒരു മാസ് ഹീറോ എന്നൊരു ഇമേജിലേക്ക് ആൾക്കാരെ മനസ്സിലാക്കി ഫിക്സായി. അങ്ങനെ ഗില്ലിയിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു ഫാൻ ഫോളോയിങ് വന്നു തുടങ്ങി. പക്ഷേ വിജയ് ഫാൻ ബേസ് കുറച്ചുകൂടി ബെറ്ററായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് മൂവിയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഒരു കമ്മ്യൂണിറ്റി പോലെ നിന്ന് ഒരു ചാരിറ്റി വർക്കും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സും ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, അവർ നല്ല രീതിയിൽ സോഷ്യൽ സർവീസ് ചെയ്തിട്ടായിരുന്നു ഈ ഫാൻ ക്ലബ്ബൊക്കെ കൊണ്ടു നടന്നിരുന്നത്. അത് കൊണ്ടു നടക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയത് വിജയുടെ തന്നെ സ്ക്രീനിൻ്റെ പുറത്തുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു. വിജയ് അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ഒരു പ്രശ്നത്തിനും പോകാതെ നല്ല കാമായി പെരുമാറുന്ന, ഒരു കോൺട്രവേഴ്സിയിൽ ഇടപെടാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല പേഴ്സണാലിറ്റി മലയാളികൾ നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മനസ്സിൽ കൂടുതൽ വിജയുടെ ഇമേജ് വലുതായി വന്നു. പിന്നീട് അതിൽ നിന്നും വലിയൊരു മാറ്റം വന്നത് വിജയ് മാസ് സിനിമകൾക്ക് പകരം അദ്ദേഹത്തിന് പറയാനുള്ള പൊളിറ്റിക്സ് സിനിമയിലൂടെ പറയുന്ന കുറച്ച് സിനിമകൾ ചെയ്തപ്പോഴാണ്. അതിനുദാഹരണമായി 4 സിനിമകൾ ഞാൻ ഇപ്പോൾ പറയാം. തുപ്പാക്കി, കത്തി, മെർസലി, സർക്കാർ. തുപ്പാക്കി എന്ന സിനിമ തന്നെ ടെററിസത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കത്തിയിലാണെങ്കിൽ കോർപ്പറേറ്റുകാരുടെ അത്യാഗ്രഹത്തെയും കർഷകരുടെ സ്ട്രഗിൾസിനെയായിരുന്നു എടുത്തു കാണിച്ചിരുന്നത്. മെർസലിൽ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചും സർക്കാരിൽ പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ചും നല്ല രീതിയിൽ തന്നെ
തുറന്നടിച്ച് സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഗൈസ്, ഈ 4 സിനിമകളും വെറുതെ കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് മാത്രമായിരുന്നില്ല. അതിനൊക്കെ പറയാൻ നല്ലൊരു സോഷ്യൽ മെസ്സേജും ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞിരിക്കുന്നുണ്ട്. സൂര്യ ടി വിയിലൂടെയും കൈരളി ടി വിയിലൂടെയും ഡബ് ചെയ്തിട്ടുള്ള വെർഷൻ പിന്നെയും ടി വിയിൽ വന്ന് അത് അവസാനം കണ്ട് എല്ലാ മലയാളികളും കണ്ടൊരു സിനിമയായി മാറിയിരുന്നു കത്തി തുപ്പാക്കി പോലുള്ളവ. കാരണം മലയാളികൾക്കൊക്കെ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത് ഭയങ്കര ഡെപ്തുള്ള മൂവീസായിരുന്നു. അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സിനിമകളായിരുന്നു നമ്മൾ കൂടുതലും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് വിജയുടെ സിനിമകൾ ഫാൻസ് മാത്രമായിരുന്നില്ല കണ്ടിരുന്നത്, കുടുംബങ്ങളും വർക്കിംഗ് പ്രൊഫഷണൽസും ഈവൻ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വരെ വിജയുടെ വർക്ക്സ് അത്രയും നന്നായി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത്രയും നല്ല പൊളിറ്റിക്സ് ആയിരുന്നു സിനിമ സംസാരിച്ചിരുന്നത്. അയാം ഇപ്പോഴത്തെ അയഡാമോനെ പോലെ അത്രയും നല്ലൊരു ക്യാച്ച് ഫ്രൈസായി മാറിയിരുന്നു അന്ന്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ വിജയുടെ നല്ലൊരു ഇമേജ് പതിനതിന് ശേഷമാണ് മാസ്റ്റർ വന്നത്. കോവിഡിന് ശേഷം തിയേറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അന്ന് പക്ഷെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മാസ്റ്ററിൻ്റെ റിലീസ് കാരണം ഇത്രയും പാനിക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അടിച്ചു കയറി സിനിമ കയറുന്നു. അത്രയും പാക്ഡ് ആയിരുന്നു അന്ന് തിയേറ്ററൊക്കെ. അതുപോലെ തന്നെ സെലിബ്രേഷൻ, വിജയ് സിനിമ ആ സെലിബ്രേഷൻ മസ്റ്റാണല്ലോ. ആ സെലിബ്രേഷനൊക്കെ അന്ന് ഒരു കംബാക്ക് പോലായിട്ടായിരുന്നു എല്ലാവരും ആഘോഷിച്ചിരുന്നത്. ആൻഡ് ദെൻ ലിയോ. ബ്രോ, ലിയോ വാസ് നെക്സ്റ്റ് ലെവൽ ഹൈപ്പ്. അയ്യോ എന്താ പറയുക, ഇതുവരെ വേറൊരു സിനിമയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് തന്നെ കേരളത്തിൽ വേറെ ഏത് സിനിമക്കാണ് ഇത്രയും വലിയ ഹൈപ്പ് വന്നിട്ടുള്ളത്? നിങ്ങൾ തന്നെ പറ. ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ലിയോൻ്റെ റിലീസ് ഡേറ്റ് പുറത്തു വിട്ടാണ്. അതിനുശേഷം ഓരോ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടും മലയാളികൾ അത്രയും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. പലരും ലിയോ എന്ന സിനിമയുടെ ഹൈപ്പ് ഫാക്ടറി ലോകേഷ് കനകരാജ് ആണ് എന്ന് പറയുമെങ്കിൽ കൂടി അന്ന് മിക്ക പേരുടെയും പ്രയോറിറ്റി LCUവിൽ വിജയ് വരിക എന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഇത്ര ഹൈപ്പ്. റിലീസ് അടുത്ത് വന്നപ്പോൾ കേരളത്തിലെല്ലായിടത്തും കട്ടൗട്ട്, ഫസ്റ്റ് ഷോന് എല്ലാവർക്കും പ്രാതായിരുന്നു. രാവിലെ 4 മണിക്കൊക്കെ പടക്കം പൊട്ടിക്കുക, എല്ലാവരും ഡാൻസ് കളിക്കുക, സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി. ഡിമാൻഡ് കാരണം തന്നെ തിയേറ്ററിലൊക്കെ എക്സ്ട്രാ ഷോ ഇങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി. അത്ര ഹൈപ്പായിരുന്നു. ആ ഹൈപ്പിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും മറന്നു വരുന്നു വിജയ് ഒരു ടോളിവുഡ് ആക്ടറാണെന്ന് പോലും. കാരണം എല്ലാവരും വിജയ് അപ്പോൾ തന്നെ ഒരു മോളിവുഡ് ആക്ടറായി അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആരും അത് തമിഴ് സിനിമ എന്ന രീതിയിലല്ല എടുത്തത്. നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടായിരുന്നു എല്ലാവരും സിനിമയെ സമീപിച്ചത്. സംഭവം ലിയോന് മിക്സ്ഡ് റിവ്യൂ ആയിരുന്നെങ്കിൽ കൂടി ഇത്രയും നല്ലൊരു കളക്ഷൻ അന്ന് നേടാൻ പറ്റിയെങ്കിൽ അത് ശരിക്കും ഒരു ചെറിയ കാര്യമായിരുന്നില്ല. സോ ഇതായിരുന്നു വിജയുടെ ഒരു കരിയർ അനാലിസിസ് അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ കഥ എന്ന് പറയുന്നത്. നാളെ ആ തീർപ്പിലൂടെ സിനിമയിലേക്ക് വന്ന് പിന്നീട് കാതലിക്കു മര്യാദ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച് ഗില്ലി എന്ന സിനിമയിലൂടെ ഒരു വമ്പൻ ഫാൻ ഫോളോയിങ് തന്നെ ഉണ്ടാക്കി പിന്നീടുള്ള സിനിമകളിലൊക്കെ നല്ല രീതിയിൽ പൊളിറ്റിക്സ് സംസാരിച്ച് അദ്ദേഹം ഓഫ് സ്ക്രീനിലും അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തിട്ട് പതുക്കെ ബിൽഡ് ചെയ്തൊരു ഹ്യൂജ് ഫാൻ ബേസാണ് ഇപ്പോൾ കേരളത്തിൽ വിജയ്ക്കുള്ളത്. അതൊരിക്കലും ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല, പതുക്കെ ടൈം എടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഇത്. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ വിജയുടെ ഏത് മൂമെൻ്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ക്വാളിറ്റി കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.